The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Christmas is not only about celebrations, it is also about divinity, goodness and values. 10 commandments in the Holy Bible. Each one teaches a value. Let's see what commandments teach us. Love God more than you love anything. It's love. Don't make anything in your life more important than God. It's loyalty. Always say God's name with love and respect. It's respect. Honor God by resting on the 7th day of the week. It's gratitude. Love and respect your parents. It's commitment. Don't hurt anyone. It's equality. Always be faithful in your relationships. It's trust. Don't take anything that is not yours. It's contentment. Always tell the truth. It's honesty. Don't wish for other people's stuff. It's selflessness. These values make us a good human being. That is what Christmas is all about. Merry Christmas to all. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രീവനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അത് പക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി,
ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ എത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. नमस्ते, कैसे सब लोग? सब बहुत खुशी है क्या? ज़रूर। कभी तो पिछला कक्षा आपको बहुत पसंद आया होगा क्योंकि कई लोग मुझे मैसेज भेज दिया, बहुत अच्छा था। मैंने पूरा से पूरा हमारा खेल कूद के दिनों की वो तो यादें करके वो कक्षा चलाया है, इसलिए बहुत खुशी है ऐसे कहा था। मैं तो बहुत खुशी है क्योंकि आप लोगों से ऐसा एक मैंने उत्तर मिला है क्या। और एक भी है, आपका परीक्षा पास आ रहा है, इसलिए ज़रूर वो समझकर आप तो ठीक तरह से पढ़ना है। और इतना भी नहीं, आपका स्वास्थ्य के बारे में भी याद रखना है। ठीक तरह से स्वास्थ्य का पालन करके ही आप तो आगे बढ़ना है, ठीक है? तो अच्छा, तो आज की कक्षा शुरू करें। अभी हिंदी में भी जापानीज कविता के जैसे कविता लिखते हैं, इसे कहकर हम तो कक्षा खत्म किया था। अभी तो हम तो जापानीज कविता माने हाइकू पढ़ेंगे, लेकिन जापानीज नहीं है, ये तो हिंदी में लिखा है, ठीक है? तो शुरू करें। तो पहला देखो, बहुत छोटी छोटी कविता है क्योंकि इसमें केवल 3 पंक्ति के रूप में लिखा है। हाइकू की और एक विशेषता है, पहला पंक्ति में 5 अक्षर और दूसरा पंक्ति में 7 अक्षर, फिर 5 अक्षर ऐसे लिखते हैं, ठीक है? वो याद रखना है। तो हाइकू की विशेषता ऐसे होते हैं, पहला पंक्ति में केवल 5 अक्षर होते हैं और दूसरा पंक्ति में 7 अक्षर, फिर तीसरा पंक्ति में 5 अक्षर, ऐसे 5 के बीच में 7 अक्षर से मिला हुआ कविता है हाइकू, ठीक है? तो हाइकू पहला देखो, नभ गुंजाती नीड गिरे शिशु पे मंडराती माँ। नभ गुंजाती नीड गिरे शिशु पे मंडराती माँ, माने केवल इसमें इतना कहा है कि नभ गुंजाती नीड गिरे शिशु पे मंडराती माँ। नभ गुंजाती माने यहाँ पे प्रक्षोभ का, यहाँ पे प्रलय के जैसे कहते हैं, तूफान के बारे में कहते हैं, ठीक है? बाढ़ के बारे में कहते हैं। नभ गुंजाना माने यहाँ पे बाढ़ के बारे में या तूफान के बारे में कहते हैं, ठीक है? तूफान माने आपको जानते हैं കൊടുങ്കാറ്റ്. അപ്പോൾ കൊടുങ്കാറ്റും കാര്യങ്ങളും വന്നു, പ്രളയത്തിനുള്ള ഒരു കാട്ടിക്കൂട്ടൽ, പ്രളയത്തിനുള്ള ഒരു തുടക്കം, ആകാശം മുഴുവൻ അവിടെ എന്താ പറയുക പ്രലോഭനമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നബ് ഗുഞ്ചാന എന്ന് പറഞ്ഞാൽ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, बिजली कड़कना, ठीक है? तो ऐसे जब तो वातावरण बदल गया है तो वो तूफान में नीड नेस्ट कूड़ वो गिरे हैं, वो नीचे गिरे हैं। ऐसा जो नीड है वो तो नीचे गिरा है। किसके साथ गिरा है? वो बच्चों के साथ, माने वो तो छोटी छोटी जो पक्षियाँ उसमें रहते हैं, वो पक्षियों के साथ वो नीड नीचे गिरे हैं। मंडराती माँ, तो उस समय क्या किया है? माँ तो वो नीड कहाँ पे गिरा है उसके ऊपर वो तो मंडराते रहते हैं, क्योंकि माँ ऐसे ही होते हैं, क्योंकि अपने बच्चों को संरक्षण करने के लिए क्या क्या करेंगे वो सोचकर उनको क्या कर सकते हैं वो कर रहा है, ठीक है? वो प्रस्तुत कविता में केवल उतना कहते हैं। समझ में आते हैं क्या? और इसमें और एक रूप में उसमें व्याख्या दूं, सुनो। तो प्रस्तुत कविता की व्याख्या ऐसे होते हैं कि प्रकृति के प्रकोपन के कारण जब तो बिजली कड़कने लगा है उस समय, या तूफान बहुत ज़्यादा आते हैं उस समय, माने सभी पेड़ों के जो डाली है वो उसमें जो नीड है, नीड के साथ उसमें जो बच्चा होते हैं ये सब तो नीचे गिर जाते हैं, ठीक है? तो ऐसे जब तो पूरा सा पूरा पेड़ों से पेड़ में जो नीड है वो सब तो नीचे गिर जाते हैं, उस समय उनमें बच्चा भी होते हैं, छोटे छोटे बच्चा भी होते हैं। ऐसे बच्चों को छोड़कर माँ को जा नहीं सकता है,
क्योंकि माँ की प्यार अतुलनीय है, माने उतना विशाल है। तो इसमें माँ का प्रेम के बारे में कहते हैं, माँ का प्रेम तो अतुलनीय है, तो उतना है। तो अपने बच्चों से संरक्षण करने की चिंता सभी समय उसे छोड़कर, अभी तो पूरा से पूरा तूफान आ गया है, जो दुर्घटना आ गया है, ऐसे दुर्घटना के अवस्था में भी अपनी माँ को बच्चों को छोड़कर जा नहीं सकता। ठीक है, तो अगला हाइकू देखो। तो अगला हाइकू वो जो हरा रंग का तालिका है उसके अंदर बादो सरसे पर विरहिणी का सूखा अंकन। देखो इसमें बहुत ज्यादा नहीं कहा है, देखो इसमें केवल एक ही वाक्य है लेकिन 3 पंक्ति के रूप में दिया है। पहला पंक्ति में केवल ऐसा कहा है बादो सरसे, फिर उसमें कहते हैं पर विरहिणी का सूखा आंखन। इसमें से हमें क्या समझ सकते हैं, इसका व्याख्या क्या होते हैं? इसमें ऐसे कहते हैं कि ഭാദോ മാനെ ഏകദേശം സെപ്റ്റംബർ ആഗസ്റ്റ് മാസങ്ങളെയാണ് പറയുന്നത്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെയാണ് പറയുന്നത്, അതായത് കന്നിമാസ സമയം. സരസേ എന്ന് പറഞ്ഞാൽ ധാരാളം വിളവ് ലഭിക്കുന്ന സമയമാണ്. കന്നിക്കൊയ്ത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവുന്ന സമയം. पर विरहिणी का, लेकिन उस समय विरहिणी വിരഹ ദുഃഖത്തിൽ അനുഭവിക്കുന്ന, വിരഹ ദുഃഖം ഉണ്ടാവുന്ന ആൾക്കാർക്ക് സുഖ അങ്കൻ, സുഖ ഉണങ്ങിയ, അങ്കൻ മുറ്റം. ഇത് ശബ്ദാർത്ഥങ്ങളാണ്, ശരിക്കും ആ പദങ്ങളുടെ അർത്ഥം മാത്രമാണ് പറഞ്ഞത്. ഇനി ഇതിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരൊറ്റ വരിയിലൂടെ തന്നെ കവി നമ്മുടെ മുമ്പിലേക്ക് എന്താണ് തരുന്നത്, ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ठीक है, तो अभी प्रस्तुत हाइकू का अर्थ किस प्रकार कवि व्याख्या किया है. विरहिणी की जीवन गाथा ആഹോ ഔർ പീഡാവും കി ഹെ. ഒരു വിരഹിണിയുടെ, അതായത് വിരഹദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളതായിരിക്കും, വളരെ പീഡനമായിട്ടുള്ളതായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടതായിരിക്കാം. പതിക്ക് ദൂർ ഹോനേസെ, അപ്പോൾ ഭർത്താവ് ദൂരത്തായിരിക്കുന്ന ഒരവസ്ഥ, ഒരുപക്ഷെ നാട്ടിൽ ജീവിക്കുന്നവരായിരിക്കാം, അവരുടെ ഭർത്താവ് ഒരുപക്ഷെ ഫോറിനിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ജോലിക്ക് പോയവരായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് കഴിയേണ്ട അവസ്ഥയാണ് വരുന്നത്. രാമായണത്തിൽ വനവാസ കാലഘട്ടത്തിൽ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോയ സമയത്ത് ഊർമിള അനുഭവിച്ച അവസ്ഥ, വളരെ വിരഹമായിട്ടുള്ള ദുഃഖങ്ങളാണ് അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിരഹിണിക്ക് ജീവൻ ഗാഥ, ഒരു വിരഹിണിയുടെ ജീവിതഗാഥ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ആഹോ ഔർ പീഡാവും കി, ഒരുപാട് പ്രശ്നങ്ങളുടെയും അതുപോലെ തന്നെ വേദനകളുടെയും നിറഞ്ഞതായിരിക്കാം, ഇതെല്ലാം ഉൾപ്പെട്ടതായിരിക്കാം. പതിക്ക് ദൂർ ഹോനേസെ, പതി വളരെ വിദൂരതയിലാവുന്ന സമയത്ത്, സുഖേ ബരെ മൗസുമേ, പതിക്ക് ദൂർ ഹോനേസെ, പതി വിദൂരതയിലാണെന്നുണ്ടെങ്കിൽ, എത്രയോ അകലത്താണെന്നുണ്ടെങ്കിൽ, തൻ്റെ അടുത്തില്ല, ഒരുപാട് ദൂരത്താണെങ്കിൽ പോലും, സുഖ് ബരെ മൗസും മേ ഭി, വളരെ സുഖമായിട്ടുള്ള, വളരെ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മണൻ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത്, ഊർമിളയെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് രാജകൊട്ടാരത്തിലാണ് കഴിയുന്നത്, സർവ്വ സുഖ സൗകര്യങ്ങളോടുകൂടിയാണ് കഴിയുന്നത്. പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും ഉസ്കാ മൻ ഹമേശ സുഖ റുക്ക റഹ്താ ഹെ, ലേക്കിൻ ഉസ്കാ മൻ ഹമേശ സുഖ റുക്ക റഹ്താ ഹെ. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സ് വല്ലാതെ വരേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാണ് ആ ഹൈക്കൂല് വ്യക്തമാക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആശയം ഇത്രയേ ഉള്ളൂ. ഒരു വിരഹിണിയായിട്ടുള്ള സ്ത്രീ എത്ര സുഖലോലുഭമായിട്ട് കഴിയുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സ് ഉണങ്ങിയതുപോലെ ആയിരിക്കും, വരണ്ടതായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് അതിന് ആദ്യം പറഞ്ഞ ഭാദവും എന്ന് പറഞ്ഞാൽ കന്നിമാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും കൊയ്ത്തിൻ്റെ കാലഘട്ടമാണ്, ശരിക്കും അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്, സരസെ അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. പക്ഷേ പർ വിരഹിണിക്ക, പക്ഷെ വിരഹിണി വിരഹമാണ് അനുഭവിക്കുന്നതെങ്കിൽ, എങ്ങനെ എന്തൊക്കെ അഭിവൃദ്ധി ഉണ്ടെങ്കിലും വിരഹമാണ് അനുഭവിക്കുന്നത് എങ്കിൽ അവർക്ക് അവരുടെ മനസ്സ് വരേണ്ടതായിരിക്കും. സുഖേ അങ്കൻ ജൈസേ ഹോത്തെ ഹെ, ഉണങ്ങിയ ഒരു മുറ്റം പോലെ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഹൈക്കൂല് പറയുന്നത്. ठीक है, अभी तीसरा देखो, अगला हाइकू देखो. मान न मान मैं तेरा मेहमान बने बूटापा. मान न मान मैं तेरा मेहमान बने बूटापा. केवल इतना कहा है, मान न मान मैं तेरा मेहमान बने बूटापा. देखो इसमें भी ऐसा है, वो पहला 2 हाइकू हम लोग पढ़ा है उसी प्रकार है. इसमें भी केवल इतना कहा है कि 3 पंक्ति के रूप में और एक ही वाक्य के रूप में हमारे सामने रखा है. लेकिन इसमें आशय देखे तो बहुत बड़ा होता है. मान നിങ്ങൾ കണക്കാക്കിയാലും കണക്കാക്കിയിട്ടില്ലെങ്കിലും മേ തെരാ മെഹമാൻ,
ഞാൻ നിങ്ങളുടെ അതിഥിയാണ് ബനെ ബൂട്ടാപ്പേ. വൃദ്ധാവസ്ഥ എന്നുള്ളത് നമുക്ക് ഏജ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥ, ഇവിടെ വയസ്സായ അവസ്ഥ. ആരും വിളിക്കൊന്നും വേണ്ട, ക്ഷണിക്കൊന്നും വേണ്ട, ക്ഷണിക്കാതെ തന്നെ കടന്നു വരുന്നതാണ് ഈ വൃദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ +2 സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 16-17 വയസ്സിൻ്റെ അടുത്തേക്ക് എത്തിയ കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നിലേക്ക് തിരിച്ചു പോക്കില്ല, ആരും ക്ഷണിച്ചിട്ട് വന്നതൊന്നുമല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള ആകാംക്ഷകൾ കൂടുതലായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം വെറും ഉണങ്ങിയ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം കഴിയുന്ന ഒരവസ്ഥയാണ് വൃദ്ധാവസ്ഥ, മുടിയൊക്കെ നരച്ച് തുടങ്ങുന്ന അവസ്ഥ. അതാണ് ഉദ്ദേശിച്ചത്. കാരണം ആരും ക്ഷണിച്ചിട്ട് വരുന്നതൊന്നുമല്ലത്, അല്ലാതെ തന്നെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഞാനൊക്കെ ചെയ്തതുപോലെ എന്താണ് കളറൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റും. ടീക്കേ ലേക്കിൻ ജോബിയോ കഹേ ബിനവു അത്തേഹേ. അപ്പോൾ വൃദ്ധാവസ്ഥ എന്നുള്ളത് ആരും വിളിക്കാതെ വരുന്ന, നമ്മുടെ വയസ്സ് എന്ന് പറയുന്നത് ആരും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്, ആരും വിളിക്കാതെ വരുന്ന ഒരു അതിഥി ആണ്. ടീക്കേ, അതാണ് ഇതിൽ പറയുന്നത്. इसमें हिंदी में भी उसका व्याख्या में दूँ, सुनो. माने हर व्यक्ति को बूटापा, हर व्यक्ति बूटापे के अपना दुश्मन मानता है. എല്ലാവരും വയസ്സാവുക എന്നുള്ളത്, എനിക്ക് 60 വയസ്സായി എന്ന് പറയാൻ മടിയാണ്. പിന്നെ ഒരു 85 വയസ്സ് 90 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പറയും എനിക്ക് 90 വയസ്സായി, അപ്പോൾ ഞാൻ ആ വയസ്സിൽ ഇങ്ങനെ ചെയ്യണു എന്ന് പറയും. പക്ഷേ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 25 വയസ്സിന് ശേഷമുള്ളവർക്കൊക്കെ വയസ്സ് ചോദിച്ചാൽ പറയാൻ വളരെ മടിയായിരിക്കും. കാരണം ഇത്രയായി എന്ന് പറയാനൊരു മടി കാണിക്കുന്നൊരവസ്ഥയാണ്. ചിലർ പറയും കേട്ടോ, കാരണം വെച്ചാൽ എനിക്ക് 25 വയസ്സായി, വീട്ടിലൊക്കെ പറയും 25ആയി, എനിക്ക് 27ആയി എന്ന് പറഞ്ഞാൽ അത് വേറെ ലക്ഷ്യമാണ്. കാരണം ഇത്ര പ്രായമായി, ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിച്ച് തന്നേക്ക് എന്ന് പാരൻസിനോട് സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ളവരോട് ഒക്കെ സൂചിപ്പിച്ച് ബ്രോക്കർമാരൊക്കെ എത്തിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രായം എടുത്തു പറയാൻ എല്ലാവരും മടി കാണിക്കുക പതിവാണ്. അതാ പറഞ്ഞത്, ഹർ വ്യക്തി ബൂട്ടാപ്പേ കോ അപ്ന ദുശ്മൻ മാൻതാ ഹേ പരന്തു പരിവർത്തൻ പ്രകൃതി കാ നിയം ഹേ. പക്ഷേ പരിവർത്തനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഹരേക്കോ, എല്ലാവർക്കും ഉസേ സ്വീകാർ കർണ ഹേ, അതിനെ സ്വീകരിച്ചേ മതിയാവുള്ളൂ. കാരണം നമുക്ക് തടുക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. പിന്നെ കായകൽപ്പം എന്ന് പറയുന്ന ചികിത്സയൊക്കെ ഉണ്ട്. കായകൽപ്പം എന്നുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിനെ വീണ്ടും മാറ്റി യൗവനമാക്കാനുള്ളതാണ്. പക്ഷേ പ്രായം മാറുന്നില്ല, കാരണം നമ്മുടെ ആരോഗ്യത്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്. കാരണം 90 വയസ്സായ ആൾ പെട്ടെന്ന് 20 വയസ്സായി, ഇനി അവിടെ നിന്ന് 21, 22 എന്ന് പറഞ്ഞ് തുടങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ആരോഗ്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാവും എന്ന് മാത്രമേ കായകൽപ്പം എന്നുള്ള ചികിത്സയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പഴയ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് കായകൽപ്പം ചികിത്സ ഒന്നും നടത്തുന്നതായിട്ട് അറിവില്ല. ഒരു 4-5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 8-10 വർഷം മുമ്പൊക്കെ കായകൽപ്പം ചികിത്സ പെരുങ്ങോട് ഉള്ള പൂമുള്ളിമന എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ സിനിമാ താരം, പ്രശസ്തനായിട്ടുള്ള സിനിമാ താരം മോഹൻലാൽ കായകൽപ്പം ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ആറാം തബ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ആറാം തബ്രൻ എന്ന സിനിമ അഭിനയിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തെ പോയി കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ ഈ പൂമുള്ളിമനയിൽ ഉള്ള ആ ആയുർവേദ ചികിത്സാലയത്തിൽ പക്ഷേ ഇദ്ദേഹത്തിന് അന്ന് ചികിത്സ നടത്തിയില്ല. കാരണം കായകൽപ്പത്തിന് പരിപൂർണമായിട്ടുള്ള ചിട്ടകൾ, നിഷ്ഠകൾ, പഥ്യം ഇതൊക്കെ പാലിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നേരെ ഉൾട്ടയായിരിക്കും ഫലം ഉണ്ടാവുക. അതുകൊണ്ട് ധൈര്യപ്പെട്ട ആരും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് മോഹൻലാൽ ചെന്ന സമയത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ കാര്യമാണ് പറയണത്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളതാണ്. ദോഷം സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത്രയും കാലം, ഞങ്ങൾ പറയുന്ന അത്രയും കാലം ഒന്നും ചെയ്യാൻ സാധ്യമായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കായകൽപ്പം ചികിത്സ നിലവിലുള്ള കാലമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഐക്യൂൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വൃദ്ധാവസ്ഥ എന്നുള്ളത് നമ്മുടെ പ്രായം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മണിക്കൂർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആരും വിളിച്ചിട്ട് വരുന്നതല്ല, അല്ലാതെ തന്നെ വരുന്ന നമ്മുടെ അതിഥി ആണ്. ठीक है, तो अभी अगला हाइकू देखो. धन्य है वर्षा गीतों में कविताएं बोते किसान. ये हाइकू में भी केवल एक ही वाक्य है, 3 पंक्ति हैं. इसका आशय बड़ा है, विस्तृत है, विशाल है. ठीक है, इसमें कहते हैं धन्य है वर्षा. वर्षा से सब तो धन्य होते हैं. तो गीतों में
कविताएं बनाते हैं, बोते किसान। जब तो किसान बीज उसमें बोते हैं उस समय खेतों में कविता उत्पन्न होते हैं। यहाँ पे कविता उत्पन्न होना माने इसमें अभिवृद्धि का, धान्य का, खेती के बारे में कहते हैं, ठीक है। फिर धन्य है वर्षा, माने वर्षा से सब तो धन्य होता है। तो यहाँ पे ऐसे कहते हैं कि വർഷ ജീവൻ ദായിനി ഹേ. വർഷ എന്നുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജീവൻ നൽകുന്ന ഒന്നാണ്. वो सही है क्या? आपको जानते हैं वो सब, है ना? फिर खेतों में और किसान लोग तो ऐसे कर रहे हैं कि अपने तन तोड़ मेहनत करके, तन तोड़ मेहनत करना माने എല്ലു മുറിയെ പണിയെടുക്കുക. അങ്ങനെ പണിയെടുത്തിട്ട് करके खेतों में नए जीवन की कविताएं गिलाने या बोने वाला किसान के कारण वो धन्य हो जाती हैं. ഇവിടെ ഒരുപാട് കർഷകരുണ്ട്. ആ കർഷകർ മുഴുവൻ വയലുകളിൽ പണിയെടുക്കുന്നത് കൊണ്ട്, അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ധാന്യം ലഭിക്കുന്നത്, നമ്മൾ ഭക്ഷണം സുഖമായി കഴിക്കുന്നത്. ഇപ്പോൾ കാർഷിക സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും പല രീതിയിൽ സമരങ്ങളിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അതുപോലെ തന്നെ നടക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന വർഷ എന്ന് പറയുന്നത്, മഴ എന്ന് പറയുന്നത് ജീവൻ ദായിനിയാണ്, എല്ലാവർക്കും ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. और उसी प्रकार है तन तोड़ मेहनत करके. അപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ട് കർഷകർ എന്താ ചെയ്യുന്നത്? ഖേത്തോ മേ നയേ ജീവൻ കി, പുതിയ ജീവിതത്തിൻ്റെ കവിതായെ, ഇവിടെ വിളവെടുപ്പിനെയാണ് പറയുന്നത്. അപ്പോൾ പുതിയ ജീവിതത്തിൻ്റെ കവിതകൾ വിരിയിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ജീവിതത്തിനുള്ള വിളവ് അവരവിടെ ഇറക്കുന്നു. യാ ഭോനെ വാലെ, വിതയ്ക്കുന്ന, കിസാൻ കെ കാരൻ, അങ്ങനെ വിതയ്ക്കുന്ന ആ വിത്തുകൾ വയലുകളിൽ വിതയ്ക്കുന്ന കർഷകർ കാരണമാണ് वो धन्य हो जाता है. കാരണം വെറുതെ മഴ പെയ്തുകൊണ്ട് മാത്രമാവില്ല, മഴ പെയ്തുകൊണ്ട് മാത്രം ധന്യമാവില്ല. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യുന്ന കർഷകർ അതിനനുസരിച്ച് മുളയ്ക്കുന്ന വിത്തുകൾ വിതയ്ക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വയലുകളിൽ, പാടങ്ങളിൽ അവർ ആ വിത്ത് ആകുന്ന കവിത എഴുതി കഴിഞ്ഞാൽ മാത്രമേ ആ കവിതയ്ക്ക് ഭംഗിയുണ്ടാവുള്ളൂ, അത് വിരിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടാവില്ല. ടീക്കേ. അപ്പോൾ ധന്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണോ ലഭിക്കുന്നത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ ലഭിക്കുന്നത്, അത് ലഭിച്ചു എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള പണി പോലും, അധ്വാനം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. ടീക്കേ. ബാക്കി देखो, जब भी कोई फूल गिला भाग में तू याद आया. നോക്കൂ, അടുത്ത ഹൈക്കൂല് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? जब भी कोई, എപ്പോഴൊക്കെയാണോ ആരെങ്കിലുമൊക്കെ, ഫൂൽ ഗില ഭാഗ് മേ, ഫൂൽ ഗില ഭാഗ് മേ, തോട്ടങ്ങളിൽ പുഷ്പങ്ങൾ വിടരുന്ന സമയത്ത് തൂ യാദായ, ആ സമയത്ത് മാത്രം ഓർമ്മയുണ്ടാവുക. ഇത് ശബ്ദാർത്ഥം മാത്രമാണ്. ശരിക്കും ഇതിൻ്റെ ആന്തരികാർത്ഥങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാരണം ശബ്ദാർത്ഥം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജബ്ബി കോയി ഫൂൽ ഗില ഭാഗ് മേ തൂ യാദ് ആയ, എപ്പോഴെങ്കിലുമൊക്കെ പുഷ്പങ്ങൾ വിടരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഒരു പക്ഷേ ആ പുഷ്പങ്ങളെക്കുറിച്ച് ചിന്തിക്കാറ് തന്നെയുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വിതയ്ക്കൽ കഴിയും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്പ് വെക്കൽ മാത്രം കഴിയും, അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഇതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കും. പ്രേം കഭി നഹി മുർജാത്താ ഹെ, പ്രേമം ഒരിക്കലും വാടുന്നതല്ല. കാരണം അവിടെ കവി പറയുന്ന ആ ഭാഗം നോക്കൂ. കാരണം പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുള്ളൂ. അത് വാടിക്കരിഞ്ഞ് നിലത്ത് വീണാൽ അതിനെ ആരും ഓർക്കാറില്ല. അപ്പോൾ ഇവിടെ പറയാണ് പ്രേം കഭി നഹി മുർജാത്താ ഹെ, പ്രേമം ഒരിക്കലും വാടുന്നതല്ല. കാരണം പ്രേമത്തിന് അത്രയും നല്ല അനുഭൂതിയാണ്. പ്രേമം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഊർജ്ജം ഉണ്ടാകുന്നത്, ആവേശം ഉണ്ടാകുന്നത്. സ്നേഹമുണ്ടെങ്കിൽ, ഇവിടെ പ്രേമം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേമം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്നേഹം ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ എന്തിനോടാണോ നമുക്ക് സ്നേഹമുള്ളത് എങ്കിൽ മാത്രമേ അതിനോട് നമുക്ക് അടുപ്പം കാണിക്കാൻ കഴിയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിലോ ആ വഴിക്ക് കൂടി നമ്മൾ തിരിഞ്ഞു നോക്കില്ല, ആ വഴിക്ക് പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അതാ പറഞ്ഞത് പ്രേം കഭി നഹി മുർജാത്താ ഹെ, പ്രേമി പ്രേമികക്ക് ദിൽ മേ ഹമേശ യാദേ ഹറാ റഹ്തി ഹെ. ആരിലാണോ പ്രേമമുള്ളത്, സ്നേഹമുള്ളത്, അത് പ്രേമി പ്രേമിക ജൈസെ ഹോത്തെ ഹെ തോ, അത് ഒരു പ്രേമി പ്രേമിക, കാമുകൻ കാമുകിയെ പോലെയുള്ളവരാണെങ്കിൽ അവരുടെ മനസ്സിൽ പ്രേമമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും വരണ്ടതായിരിക്കില്ല, ഉണങ്ങിയതായിരിക്കില്ല. അതെപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഹരാ ദേത്തി ഹെ, ഹര പച്ചപ്പ്, അതെപ്പോഴും ഒരു പച്ചപ്പായിരിക്കും, ഇവിടെ സന്തോഷമുള്ളതായിരിക്കും. അപ്പോൾ കാമുകൻ കാമുകിമാർക്ക് പ്രേമമുണ്ടാകുന്ന സമയത്ത്, ആ പ്രേമമുള്ള കാലഘട്ടത്തിൽ മുഴുവൻ അവർ വളരെ സന്തോഷമായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നത്. എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല, എനിക്കത് വാങ്ങിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ.
അത് കാമുകൻ കാമുകിയുമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നീടാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ടീക്കേ, നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നിങ്ങളൊക്കെ വളരെ നല്ല കുട്ടികളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി പഠനം കാര്യങ്ങൾ ലക്ഷ്യമാക്കി മാത്രം മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല കുട്ടികളാണെന്നറിയാം. പൊതുവെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് കവിത ഹൈക്കുവിൽ പറഞ്ഞു എന്ന് മാത്രം, നമ്മുടെ കവിതയായിട്ടുള്ള ഹൈക്കുവിൽ സൂചിപ്പിച്ചിരിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ പ്രേമിക പോലെയുള്ള ആൾക്കാരുടെ മനസ്സിലാണ് എപ്പോഴും സന്തോഷം ഉണ്ടാവുന്നത് എന്നുള്ളത്. ടീക്കേ, നിങ്ങളുടെ മനസ്സിലും സന്തോഷം ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ടീക്കേ, तो अगला देखो अंतिम, जिन्हें न होता दर्द का एहसास आंसू ഓസ് ഹേ. നോക്കൂ, എത്ര വളരെ വ്യക്തത തന്നെയാണ്. കാരണം കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഡയറക്റ്റ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഹൈക്കൂല് തന്നിട്ടുള്ളത്. ജിനെ ദർദ് ന ഹോത്ത, ആർക്കാണോ ജിനെ ന ഹോത്ത ദർദ്, ആർക്കാണോ വേദന ഇല്ലാത്തത്, അല്ലെങ്കിൽ വേദന അനുഭവിക്കാത്തവർ, വേദന അറിയപ്പെടാത്തവർ, ഇന്നേ വരെ വേദനിക്കാത്തവർ, ദുഃഖം അറിയാത്തവർ, ആരാണ് ദുഃഖിച്ചിരിക്കാത്തവരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ദർദ് ക ഹൈസാസ്, അങ്ങനെയുള്ളവർക്ക് വേദന തോന്നുന്നത് ആൻസു ഓസ്കെ ജൈസെ ഹോത്തെ ഹെ, കണ്ണുനീർ വെറും മഞ്ഞുതുള്ളിയായിട്ടേ തോന്നുള്ളൂ. കാരണം വേദന ഒന്നും അനുഭവിച്ചിട്ടില്ല. മറ്റുള്ളവർ കാരണം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. കാരണം വലിയ വേദനയുണ്ട്. കാരണം അവർ അനുഭവിക്കണം. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വേദന പോലും തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് അതിൽ പറയുന്നത്. വേദന മൻകോ പവിത്ര ബനാത്തി ഹെ, ശരിക്ക് വേദനകൾ മനസ്സിനെ പവിത്രമാക്കുന്നുണ്ട്. വേദനയ്ക്ക് വേദന കാരണമാണ് ഖുഷി ഔർ പ്യാർ കാ മെഹത് ബനാത്ത ഹെ, കാരണം സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ആനന്ദത്തിൻ്റെയും എല്ലാം സ്നേഹത്തിൻ്റെയും എല്ലാം മഹത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോ ഇസെ പെഹചാൻതാ നീ, ആരാണോ ഇതിനെ തിരിച്ചറിയാതെ ഇരിക്കുന്നത്, ഉസ്കെ സാമനെ, അവരുടെ മുമ്പിൽ ആൻസൂക്ക കോയി മൂല്യ നഹി ഹോത്ത, അവരുടെ മുമ്പിൽ കണ്ണുനീരിന് ഒരു വിലയും ഇല്ല. ടീക്കേ, അപ്പം മറ്റുള്ളവരുടെ വേദന അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വേദനയൊക്കെ അനുഭവിച്ചവരായിരിക്കണം. മറ്റുള്ളവരുടെ വേദന സഹതാപപ്പെടാൻ കഴിയുന്നവർക്ക് മാത്രമേ, സഹതപിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ നല്ല സ്നേഹമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. ടീക്കേ, तो वेदना मन को पवित्र बनाती है, വേദന കാരണം ഖുഷി और प्यार का महत्व बनाता है. കാരണം വേദന എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ, വേദന അനുഭവിച്ചവർക്ക് മാത്രമേ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വില അറിയാൻ കഴിയുള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ജോ ഇസ് നെഹി പഹചാൻത്തെ, ആരാണോ ഇതിനെ തിരിച്ചറിയാതെ പോകുന്നത്, ആർക്കാണോ ഇതിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്, ഐസെ ലോകോങ്കോ ഉസ്കെ സാമനെ ആൻസൂക്ക കോയി മൂല്യം നെഹി ഹോത്ത, അങ്ങനെയുള്ളവർക്ക് കണ്ണുനീരിന് ഒരു വിലയും ഉണ്ടാവില്ല. മറ്റുള്ളവർ കരഞ്ഞു കാണിച്ചാലും ഒന്നും തോന്നില്ല. മുതലക്കണ്ണീരിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ യഥാർത്ഥ വേദനയുടെയും യഥാർത്ഥ കണ്ണീരിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ടീക്കേ, ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ, ये हाइकू सब तो डॉक्टर भगवत शरण अग्रवाल की कविता है. ठीक है, तो अगला देखो, हाइकू मूल रूप से जापानी कविता रूप है. ഹൈക്കു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബേസിക്കലി ശരിക്കും അത് ജാപ്പാനി കവിതയാണ്. ഹൈക്കു കാ ജന്മ ജാപ്പാനി സംസ്കൃതി की परंपरा जापानी जनमानस और सौंदर्य चेतना में हुआ और वही പാല. ശരിക്ക് ഇത് ജാപ്പാനി കവിതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും അവരുടെ ജനഹൃദയങ്ങളിലും അവരുടെ ജനമാനസങ്ങളിലും ഒക്കെ ഉത്ഭവിച്ചിട്ടുള്ള കവിതയാണ് ശരിക്കും ഈ പറയുന്ന ഹൈക്കു എന്ന് പറയുന്നത്. आज ഹൈക്കു ജാപ്പാനി സാഹിത്യ സീമാओं को लांघकर ഇന്ന് ജാപ്പാനി കവിതകളുടെ അതിരുകൾ മറികടന്നിട്ട് വിശ്വസാഹിത്യക്ക് നിധി ബൻ ചുകാ ഹൈ, വിശ്വസാഹിത്യത്തിൻ്റെ നിധിയായി അത് മാറിയിട്ടുണ്ട്. ഹൈക്കു കവിത 3 पंक्तियों ലിഖി ജാത്തി ഹൈ. ഹൈക്കു കവിത 3 വരികളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹിന്ദി ഹൈക്കു में पहली पंक्ति में, हिंदी हाइकू में पहली पंक्ति में 5, दूसरी में 7 और तीसरी पंक्ति में 5 अक्षर के क्रम से कुल 17 अक्षर होते हैं. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 17 അക്ഷരങ്ങൾ ചേർന്നതാണ് ഹൈക്കു എന്ന് പറയുന്നത്. ठीक है, तो केवल आज इतना पढ़ाते हैं, बाकी सब तो मैं अगला कक्षाओं में बता दूंगा. ठीक है, तो अच्छा, धन्यवाद सबको और अच्छे दिन की शुभकामनाएं. तो बाद में मिलेंगे. बाय.